വൃത്തിഹീനമായ സാഹചര്യം വീണ്ടും തുടരുന്നു. ഇതാ കിടക്കുന്നു. ഈ പോകുന്ന വഴിയിലെല്ലാം ചളി നിറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗുഹ എന്നുള്ള തരത്തിൽ ആളുകളൊക്കെ പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാ ആളുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു. ആ പൈൻ ട്രീ ഫോറസ്റ്റിൽ നിന്ന് നേരെ ആളുകൾ ഇങ്ങോട്ടാണ് ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത്. വാവ്, ആളുകളൊക്കെ ഇതിൻ്റെ വേരുകളിലും അവിടെയൊക്കെ കണ്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് കാണാനുള്ളത്. ഈ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കേവ് അതാണല്ലേ. കുറച്ച് ഈ കേവ് ഗുഹ എന്ന് പറയുന്നത് ഇതായിരിക്കും. കോടമഞ്ഞിൻ്റെ സൗന്ദര്യം കുരങ്ങന്മാരെ മാക്സിമം പ്രകോപിപ്പിക്കാതിരിക്കുന്നുണ്ട് ഇവിടെ നല്ലത്. അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഇട്ട് കൊടുക്കുന്നതും മറ്റൊക്കെ ആയിട്ട്. ഗുണ കേവ് നമുക്ക് ആ ഒരു സ്റ്റെപ്പാണ് നടന്നു പോകാനുള്ളത്. അതാണ് അങ്ങോട്ടുള്ള എൻട്രൻസ്. ഇവിടെയും പതിവ് പോലെ വഴിക്കച്ചവടക്കാരും മറ്റും സജീവമാണ്. ഇവിടെ വൈൽഡ് അനിമൽസിനെ കാണപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കരുത് ഒക്കെ ഇതാക്കിയിട്ടുണ്ട്. ചെറിയ ഒരു ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് ഇവിടെ. അപ്പം നമ്മൾ ഗുണ കേവിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അന്തരീക്ഷം പതിവ് പോലെ അടിപൊളി. എന്താണ് ഇതിനുള്ളിൽ കാണാനുള്ളതെന്ന് എനിക്കറിയില്ല. ഗുണ കേവ് എന്ന് പറയുമ്പോൾ ഒരു കേവായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുള്ളിൽ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. പോയി നോക്കാം. ആളുകളൊക്കെ പോകുന്നുണ്ട്, ആളുകൾക്ക് തിരികെ വരുന്നുണ്ട്. ഇവിടെ ഒരു ടോയ്ലറ്റ് ഒക്കെ ഉണ്ട്. ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇവരുടെ കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ട്. കുരങ്ങനെ അക്രമകാരിയായതാണ്. ആ ഒരു കുട്ടിയുടെ കയ്യിലുള്ള ലോലിപോപ്പ് കിട്ടുന്നത് വരെ കുരങ്ങനെ അവിടെ വാശി പിടിച്ചു നിന്നു. അത് കിട്ടിയപ്പോഴാണ് അതിന് അവിടുന്ന് പോയത്. പോകില്ല, ലോലിപോപ്പ് കിട്ടാതെ പോലാന്ന്. അപ്പോൾ ആളുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്. വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ഓക്കെ, താങ്ക് യു. സ്പീഡിലെടുക്കല്ലേ? അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ട്, ദൂരമുണ്ട്. എന്താണ് അവിടെ കാണേണ്ട കാഴ്ചകൾ എന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഏതായാലും പോയി കണ്ടു നോക്കട്ടെ. ഈ കുരങ്ങുകൾ ആളുകളെ കയ്യിൽ നിന്ന് ഭക്ഷണം ആരെങ്കിലും എടുക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്ത് നിൽക്കും. എടുക്കുന്നത് കണ്ടാൽ നേരെ തട്ടിപ്പറിച്ചിട്ട് ഓടും. ഹെവി വെയിൽ. അയ്യോ, പയ്യനെ ആ ചടിവെള്ളത്തിൽ നിന്ന് കയ്യേക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരൊറ്റാൾ മാസ്ക് വെച്ചിട്ടില്ല. എവിടെ നമ്മളെ ആളുകൾ?
ഇവിടെ ഒരു കുട്ടിക്കുരങ്ങനും അവൻ്റെ ഫാമിലിയും ഇവിടെ ഉണ്ട്. എന്താണ് വാ ഞങ്ങൾ പറഞ്ഞിട്ടില്ല അത് ഇങ്ങോട്ട് വേറെ കിട്ടാം. എൻ്റെ പരിചയക്കാരില്ല. അപ്പോൾ ഇതാണ് നമ്മൾ കാത്തിരിക്കുന്ന ഗുണ കേവ്. ഒരു പ്രത്യേക ലോകത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ചളി അല്ല ഇരുട്ട് ബ്ലാക്ക് മഡാണ് ഇവിടെ ഉള്ളത്. ഷഫീക്ക വൃത്തിഹീനമായ സാഹചര്യം വീണ്ടും തുടരുന്നു. ഇതാ കിടക്കുന്നു. ഈ പോകുന്ന വഴിയിലെല്ലാം ചളി നിറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗുഹ എന്നുള്ള തരത്തിൽ ആളുകളൊക്കെ പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതാ ആളുകളൊക്കെ നിറഞ്ഞിരിക്കുന്നു. ആ പൈൻ ട്രീ ഫോറസ്റ്റിൽ നിന്ന് നേരെ ആളുകൾ ഇങ്ങോട്ടാണ് ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ടുള്ളത്. വാവ്, ആളുകളൊക്കെ ഇതിൻ്റെ വേരുകളിലും അവിടെയൊക്കെ ഇങ്ങോട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ മരത്തിൻ്റെ വേര് അപ്പം നമ്മളിതിൻ്റെ പടി കയറുന്നത്. അവിടെ ഒരു ടീം ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. ആളുകളൊക്കെ ഇവിടുന്ന് പാസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തോ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കണ്ട അതേ കാഴ്ച, കോടമഞ്ഞിൻ്റെ കാഴ്ച ഇവിടെയുണ്ട്. വാ, നമ്മളതിനുള്ളിലേക്ക് കിടക്കാം. കുരങ്ങൻ, ഇവിടെ കുരങ്ങുകളുടെ ആക്രമണം സഹിക്കാൻ വയ്യ. അവര് അവിടുന്ന് ചോള പൗഡർ എടുത്തു തരുന്നു. അത് തിന്നാനും വേണ്ട. അയ്യോ, കുരങ്ങൻ വന്നു. ഇവിടുന്ന് എത്ര ഫുഡ് ഒരിക്കലും പുറത്തെടുക്കാൻ പറ്റരുത് എന്നുള്ളതാണ്. ഗ്രിൽസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ. ഇതെന്താണ്? എന്തോ ഒരു വലിയ കേവിൻ്റെ സംഭവങ്ങളൊക്കെയാണ്. ഗ്രില്ലിൻ്റെ ചവിട്ടിയിട്ടാണ് നമ്മൾ കയറുന്നത്. ഷഫീഖേ, കൊക്കയാണോ? വാ 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 വാ. ഭയങ്കര ഭീമാകാരമായ ആഴമേറിയ ഒരു ഗർത്താണത്. ഇപ്പോൾ കേവ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വീണ്ടും ആ കുരങ്ങൻ്റെ മുഖം നോക്ക്. ഓ, വീണ്ടും നമ്മൾ ഈ കാഴ്ചകളിലേക്കാണ്. ഇതാണ് ഇവിടെ ശരിക്കും കാണാനുള്ളത്. ഈ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കേവ് അതാണല്ലേ. കുറച്ച് ഈ കേവ് ഗുഹ എന്ന് പറയുന്നത് ഇതായിരിക്കും. കോടമഞ്ഞിൻ്റെ സൗന്ദര്യം ഒരിക്കൽ കൂടി ഇവിടെ ദൃശ്യമാണ്. നീണ്ടൊരു കൊക്ക, അതിനകത്ത് മഞ്ഞങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നു. ആകാശം ഏതാണ്, ഭൂമി ഏതാണ്, അല്ല ആകാശം ഏതാണ്, മേഘാണെന്ന് അറിയാത്ത അതേ അവസ്ഥ. നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട അതേ അവസ്ഥയാണ് ഈ കേവിലുള്ളത്. ഇവിടെയും ഒരു ഇതുണ്ട്, വ്യൂ ബാൽക്കണി ഉണ്ട്. അപ്പോൾ ആ ബാൽക്കണി എന്നുള്ള ദൃശ്യങ്ങൾ നോക്കാം. കണ്ട ആളുകളൊക്കെ തിരികെ പോകുന്നതാണ്. അയ്യോ,
Wow. വീണ്ടും വൈറ്റ് സ്നോ. നമ്മൾ നേരത്തെ കണ്ട ഈ കാഴ്ചകൾ. അപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോവാണ്. ആളുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകൾ നല്ല ഒരു സീനാണിത് ഇവിടുന്ന് കാണുന്നത്. പക്ഷെ അവിടുന്ന് കാണുന്നതാണ് കുറച്ചുകൂടി ബെസ്റ്റായി തോന്നുന്നത്. അവിടെ വെള്ളച്ചാട്ടം കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അതാണ് എനിക്ക് കുറച്ചുകൂടി ബെസ്റ്റായി തോന്നിയത്. ആ ഗുണ കേവ് എന്ന് പറയുന്നത് ഈ ഒരു കേവാണ്. ഒരു ഗുഹ ഉണ്ട് ഇവിടെ. ഇതാണ് ഗുണ കേവ് എന്ന് പറയുന്നത്. गड़ा वो सब वो जाली का ये पूरा गड़ा ഓ ഇതാണ് ഗുണ കേവ്. ഇത് ഓ ഇതാണ് ഗുണ കേവ് എന്ന് പറയുന്നത്. ഈ ഒരു കേവാണ്, ഈ ഒരു ഗുഹയാണ്. ഇത് എവിടെ നിന്ന് തുടങ്ങുന്നതല്ല, ഒരു കിടങ്ങായി പോവുകയാണ്. ഇവിടെയൊക്കെ ഇത് വ്യൂ തരും. ആ ഇത് വെച്ചിട്ട് ഗ്രില്ല് വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. അയ്യോ അയ്യോ താങ്ക് യു. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റാർട്ട് പണ്ടുന്നത്? എങ്ങനെ സ്റ്റാർട്ടിങ് പോയിന്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് എങ്ക പോണ്? ആ നല്ല ആயிருക്കാ? ആ ഇല്ല 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 യൂട്യൂബ്. ഇത് എത്ര കിലോമീറ്റേഴ്സ് ഇருக்கு? We are also new. ആ യെസ് യെസ് ഞങ്ങളും ന്യൂ. വാവ് ആളുകളൊക്കെ. ഇതാണ് ഗുണ കേവിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇതാണ്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും കാണാൻ പറ്റുന്നില്ല. ഇതാണ് ശരിക്കും ഗുണ കേവ്. അപ്പോൾ നമ്മൾ തിരികെ പോവുകയാണ്. ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. അത് അവിടെ ഒരു എൻഡിങ് പോയിൻ്റാണ്. കാര്യമായിട്ടൊന്നുമില്ല. ഈ മരങ്ങളും ഈ ഒരു അന്തരീക്ഷവും ഇതൊക്കെ ഇങ്ങോട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു വൈബാണ്. ഈ കാടിൻ്റെ ഈ ഒരു ആംബിയൻസും ഇതെല്ലാം കൂടി വെച്ച് കണ്ടുള്ളൊരു സംഭവമാണ് ഈ ഗുണ കേവ് എന്ന് പറയുന്നത്. ആളുകൾ അവിടെ നിന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്? ഈ ഗുണ കേവ് നിൽക്കുന്നതിൻ്റെ ഈ ഒരു ഇതിനുള്ളിലാണ് ഗുണ കേവ് പോകുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗുണ കേവ്. പക്ഷെ ഇങ്ങോട്ട് പോകുന്നത് മൊത്തം ചളിയാണ്. ഗുണ കേവിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഈ ഒരു ഇതാണ്. ആളുകൾ ഇങ്ങനെ വന്ന് ഇറങ്ങുന്നുണ്ട്. പിന്നെ എന്താണ് അവർ ഇവിടുന്ന് എന്താണ് കാഴ്ച നല്ല ഇവിടെ ഒരു ചെങ്കുത്തായ ഒരു പാതയാണിത്. ഇതാണ് ഗുണ കേവ്. ഫിക്കെ ഗുണ കേവ് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഇത് ആക്കുന്നത്. വളരെ ഇടുങ്ങിയ ഒരു ഗുഹ, നല്ല ആഴത്തിലുള്ളൊരു ഗുഹ. പക്ഷേ ഇവിടെ ഗുണ കേവ് എന്ന് പറഞ്ഞാൽ ഇവിടെ സഞ്ചാരികൾ മറ്റേതിമേലാണ് അട്രാക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് വേറെ തന്നെയാണ് കേട്ടോ. ഈ മരങ്ങളും ഈ ആളുകൾ. പക്ഷേ ഈ ഒരു ആംബിയൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചളി നിറഞ്ഞ് ഒന്നും ശ്രദ്ധിക്കപ്പെടുക്കാതെ ഉള്ളത്. അപ്പോൾ
കൊടൈക്കനാലിലെ കാഴ്ചകൾ കണ്ട് മടങ്ങുകയാണ്. ഇനി നാട്ടിലേക്കാണ് യാത്ര. ഈ നീല ആകാശം ആണ് ശരിക്ക് ഈ നാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയാം. ഒരു 50% ഭംഗി ഉണ്ടാക്കുന്നത് നീല ആകാശം തന്നെയാണ്. ആളുകൾ ഇപ്പോഴും ഗുണ കേവിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, മനിത കാതലല്ലേ, അതിലും പുനിതമാണത്. ഓ, ജനസാഗരം ഒഴുകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട്. നീയല്ലേ ഊയേ മെല്ലെ നോക്കി പോരിട്ടാ. അയ്യോ, ആളുകൾ ഒഴുകുകയാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഗുണ കേവിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. പില്ലർ റോക്കിലൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാ നമ്മൾ നേരത്തെ കണ്ട അതേ സ്ഥലത്തു കൂടെയാണ്. കോടയുടെ എന്താ പറയുക, അതിശക്തമായ കോട കാണിക്കുന്ന ഒരു ദൃശ്യമാകുന്നൊരു സ്ഥലമാണ് പില്ലർ റോക്ക്. ഞങ്ങൾ ഏതായാലും വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ഇങ്ങനെ പോവാണ്. ഇതേ കോടയുടെ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. അയ്യോ, കോട ഇറങ്ങിയിട്ട് ഈ ഒരു ഗ്രാമത്തിൻ്റെ ലുക്ക് തന്നെ. ഇതിൻ്റെ ലുക്ക് തന്നെ വേറെ കേട്ടോ. ഭംഗിയിലെ കൊടൈക്കനാല് വേറെ ലെവൽ തന്നെയാണ്. അപ്പൊ ഇങ്ങോട്ട് പോയ ഈ റൂട്ട് എന്ന് പറയുന്നത് 1 വേ ആണ്. നമ്മുടെ ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മുടെ പൈൻ ഫോറസ്റ്റിലേക്കുള്ള ഈ ഒരു വഴി 1 വേ ആണ്. അവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ഈ കേവ് ഇതൊക്കെ കണ്ട് തിരിച്ച് ആ വഴി നേരെ ഇവിടെ തന്നെ എത്തും. എന്താണ്, കൊടൈക്കനാൽ ടൗണിലാണ് ഇത് എത്തുന്നത്. കോട മഞ്ഞിൻ്റെ ഇത് ഇറങ്ങിയതിൻ്റെ കാഴ്ചകൾ ഇതാ. ഇവിടെ ഒരു ഗോൾഫ് ക്ലബ് ഉണ്ട് ഈ ഒരു ഇതിൽ. ഗ്ലാസ്